ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നിലവിൽ അമ്പലിയുടെ ഡ്യൂട്ടിക്ക് പോയി. ഇനി അമ്പലിയുടെ വീട്ടിൽ ചെന്നിട്ട് അമ്പലിയുടെ അമ്മയും കൊച്ചുങ്ങളെയും കൊണ്ട് വേണം ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട്. അവിടെ ചെന്ന് അമ്പലിയും പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുന്നത്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാഴ്ച നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. എന്താണ് നമ്മുടെ ഫാമിലിയായിട്ട് വരുന്നത്, എന്താണ് പുതിയ ഒരു സസ്പെൻസ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ഇത് കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇവിടെയാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൾ വന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. എന്ത് പറയണം പറഞ്ഞു? എല്ലാരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ, വണ്ടി കിടക്കുന്നിടത്ത് Like and subscribe. Like and subscribe. എന്ത് ഉറക്കെ പറ. Like and subscribe to RG Vlogs. അയ്യ, അതല്ലായിരുന്നല്ലോ. പിന്നെന്തുവാ? എനിക്ക് അത് മതി. പിന്നെ ഏതാ? ആച്ചോ ചാനൽ. ജോലിക്കാൻ കിട്ടില്ല. ഞങ്ങളെ ചേച്ചിക്ക് ഗിയർ ഇടാനൊക്കെ ബുദ്ധിമുട്ട്. വണ്ടി നോക്കണോ, റോഡിൽ കൂടെ വരുന്ന ഗിയർ ഇടണോ എന്നൊരു ഡൗട്ട് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ടുള്ള വണ്ടി എടുക്കുകയാണ്. അതിനാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോസ്റ്റിന്റെ ആളാ, പോസ്റ്റ് സൈഡിൽ നിൽക്കുന്നത്. ഭാഗ്യത്തിന് പോസ്റ്റ് ഒടിഞ്ഞില്ല. ഒരു 65,000 രൂപ. ഇതാണ് എൻ്റെ പുതിയ കാർ. എങ്ങനെയുണ്ട്? കളർ കൊള്ളാമോ? എനിക്ക് യെല്ലോ കളറിനോടായിരുന്നു താല്പര്യം. എൻ്റെ എല്ലാ സാധനങ്ങളും കൂടുതലും യെല്ലോ ആണ്. പക്ഷെ അവരെന്നെ കളിയാക്കുന്ന വിചാരിച്ചിട്ട് ഞാൻ യെല്ലോ എടുക്കാൻ. പക്ഷെ ഈ കളറും കൊള്ളാം. വലിയ കേക്ക് കണ്ടപ്പോഴേ കുഞ്ഞാവ ഓടി. പിന്നെ വന്ന് വാങ്ങിച്ച് ഒരു കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കേക്കായിരുന്നു കേട്ടോ. എൻ്റെ ബ്രദറിൻലോ കേക്ക് അങ്ങനെ കഴിക്കാത്ത ആളാണ്. പക്ഷെ അയാൾക്ക് ആ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അയാൾ നല്ലൊരു പീസൊക്കെ എടുത്ത് കഴിച്ച്. നല്ല സർവീസായിരുന്നു. മുത്തൂറ്റ് ടാറ്റ കൊട്ടാരക്കര പറഞ്ഞ ദിവസം വണ്ടി തന്നു. നല്ല രീതിയിലായിരുന്നു അവർ നമ്മളുടെ അടുത്ത് നിന്നതും. നല്ല സർവീസായിരുന്നു. കട്ട് ചെയ്ത് കൊടുക്കും.
നല്ല കേക്ക് ആയിരിക്കും വാങ്ങിച്ചത്. അവർക്ക് സത്യം പേടിയാവുന്നു. അമ്മനാ കയറിക്കോട്ടെ. നിക്കവിടെ. ആറ് ആണ്ടി പൊട്ടോട്ടെ ഓക്കെ ഞാൻ കയറണ്ടല്ലോ, കുഴപ്പമില്ല. ഇല്ല കയറിക്കോ. നോട്ടിലാണ് ബി ആണ് ഡ്രൈവ്. അങ്ങോട്ടാണ് പിടിച്ചത്. അങ്ങോട്ട് പിടിച്ചിടുക. ഇങ്ങോട്ടോ? ഓക്കെ. എന്നിട്ട് ഇപ്പൊ ബ്രേക്ക് കറക്റ്റ് അതിനുമ്പ് ഹാൻഡ് ബ്രേക്ക് എടുത്തു. ബ്രേക്ക് നല്ലൊരു ചവിട്ടിക്കോണേ. മേപ്പോട്ടൊന്ന് പിടിച്ചോണ്ട് ബ്രേക്ക് ഇപ്പോഴേ എടുക്കല്ലോ. നാരങ്ങ ഒട്ടും തന്നെ എടുക്കുന്നുണ്ടോ അതോ എനിക്ക് ആ വണ്ടി എടുത്തോട്ട് പോകും. സ്റ്റിയറിംഗ് ഫ്രണ്ട് ടയർ നേരെ ആവണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാണ് ആ ലൈറ്റ് ബ്ലൂ കളർ പച്ച കൊണ്ടുള്ള ബ്ലൂവിലൊക്കെ വെച്ചാണ്. ഇപ്പൊ സ്റ്റിയറിംഗ് നേരെയാണ്, ഫ്രണ്ട് ടയർ നേരെയാണ്. അത് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്ററും റൈറ്റ് സൈഡ്. മേപ്പോട്ട് സൈഡിലെ കാപ്പോട്ട് ഹോൺ നമുക്ക് ഇവിടാണ് മെയിനായിട്ട് ഹോൺ വരുന്നത്. ഇതിനകത്താണ്. പിന്നെ ഈ അറ്റ് വരുന്നത് ഇത് ഫുള്ള് എ സിയുടെ ഫംഗ്ഷനാണ്. ഇത് ഫാനിന്റെ സ്പീഡ് കൂട്ടുന്നത്. അതായത് ചാർജ് ചെയ്യുന്ന നേരത്ത് ഇത് ഇതുണ്ടല്ലോ, ഇത് ഓപ്പൺ ഇത് പ്രസ് ചെയ്തിട്ട് വേണം ചാർജ് ചെയ്യാനായിട്ട്. നമ്മൾ കണക്ട് ഒരു വട്ടം നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഊരാൻ നേരത്ത് ഇതിനകത്തുനിന്ന് പ്രസ് ചെയ്തിട്ട് വേണം അത് ഊരാൻ. അല്ലെ ഊര് വരുന്നില്ല, ടൈറ്റായിട്ട് ഇരിക്കത്തേ പോകും. അങ്ങനെ വലിയ വണ്ടി ലോക്കായി പോവുകയും ചെയ്യും. എപ്പോഴും കണക്ട് ചെയ്തേക്കുന്ന ചാർജ് ഊരാൻ നേരത്ത് ഇതിനകത്ത് പ്രസ് ചെയ്തിട്ട് വേണം ഊരാൻ, എന്നെങ്കിലും ഊര് വരുന്നതാണ്. ഇത് ഡിക്കിയുടെ ഒരു അൺലോക്ക് ബട്ടണാണ്. ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ളത്. ബാക്കിൽ ഡിക്കിറ്റ് ബട്ടണും ഉണ്ട്. ഇവിടെയും വരുന്നുണ്ട്. ഫോർത്ത് ഇൻഡിക്കേറ്റർ ഫസോഡ് വാണിംഗ് ഇൻഡിക്കേറ്റർ. ഇത് റീജനറേഷൻ മോഡ് എന്ന് പറയും. വണ്ടിക്ക് കുറച്ചുകൂടെ ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടി ബ്രേക്കിങ്ങിനകത്ത് എനർജി കിട്ടാൻ വേണ്ടി ആക്സിഡന്റ് കൊടുക്കുമ്പോൾ മാത്രമേ എനർജി എടുക്കൂ. നമ്മൾ കാൽ മാറ്റി കഴിഞ്ഞാൽ അന്നേരം ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ എപ്പോഴും ഇടേണ്ട ആവശ്യമില്ല. അത് എത്ര പെർസെന്റേജ് ഉള്ളപ്പോഴാണ് റിവേഴ്സ് ചാർജിങ് വരുന്നത്? നമുക്ക് എപ്പോഴും ഇടാം. അങ്ങനല്ല, ഇത് ഈ റീജനറേഷൻ മോഡിൽ കിടക്കുമ്പോൾ ഓൾറെഡി നമുക്ക് തിരിച്ച് റിട്ടേൺ ചാർജ് അങ്ങനെ കയറുന്നത്. റിട്ടേൺ ചാർജ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ എനർജി വെറുതെ പോകുന്നില്ല. ആക്സിഡന്റ് കൊടുക്കുമ്പോൾ മാത്രമേ എനർജി എടുക്കുന്നുള്ളൂ. ആക്സിഡന്റ് കാല് മാറ്റി കഴിഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ആവണൊക്കെ ഇതാ. അപ്പോൾ തന്നെ റേഞ്ച് വെച്ചിട്ട് കൂടുതലായിട്ട് കാണിക്കും. ഇതിപ്പം 30% ഉള്ളു. 20 താഴെ ആവുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ചാർജിങ്ങിന് ഇട്ടേക്കണം. എവിടെയെങ്കിലും ഒരു എന്തെങ്കിലും തൽക്കാലത്തേക്കൊന്നും കൊണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. 20 താപ്പോട്ട് പോകുന്നുണ്ട്. അപ്പം 26 കിലോമീറ്റർ ഓടാണ് കൊണ്ട് ഇപ്പോൾ ന്യൂട്രലാണെന്നുള്ളത് ന്യൂട്രലിന്റെ ലൈറ്റ് വെച്ചിട്ട് നമ്മുടെ എൻജിൻ റെഡി എന്ന് കാണിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റെഡി എന്ന് കാണിക്കുമ്പോഴേ ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുത്തുള്ളൂ. ഗിയർ ചേഞ്ച് ചെയ്യുന്ന നെക്സ്റ്റ് ബ്രേക്കോടെ ചവിട്ടിട്ട് ഗിയർ ചേഞ്ച് ചെയ്യും. ഇപ്പം ഗിയർ ഇങ്ങോട്ടെങ്കിലും ചേഞ്ച് ചെയ്തു. ഡ്രൈവ് മൂവ് ചെയ്യാം.
ബാക്കി ബ്ലൂടൂത്തിന്റെ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. ഫോൺ കണക്ട് ചെയ്യാനുള്ള തന്നെ ഫോൺ കണക്ട് ചെയ്യാനായിട്ട് തന്നെ ഇതിനകത്ത് ന്യൂ ഡിവൈസ് കൊടുത്തിട്ട് ചെയ്താൽ മതി. നമ്മൾ ബ്ലൂടൂത്തിന് ഫംഗ്ഷൻ ഓണാക്കി വെച്ചിട്ട് ന്യൂ ഡിവൈസ് കൊടുക്കുമ്പോൾ ഇവിടെ തന്നെ ഫോൺ തന്നെ കാണും. സെർച്ച് ബ്ലൂടൂത്ത് ഓണാക്കി വെച്ചൊക്കെ നമ്മുടെ ഫോണിൻ്റെ പേരിലൂടെ കാണിക്കും. അത് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കണക്ട് ആകുന്നത്. പിന്നെ അത് മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തൊന്ന് സെലക്ട് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് FM പെൻഡ്രൈവ് USB നമ്മൾ പ്ലേ ചെയ്തിട്ട് ഇതിനകത്തൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ പറയുന്നത്. ഇത് കോളൊക്കെയുള്ള ഫംഗ്ഷൻ, ഇത് കോൾ കട്ടിയുള്ള ഫംഗ്ഷൻ, വോളിയം കൂട്ടാനായിട്ട് ഇവിടെ മേപ്പോട്ട് കുറയ്ക്കാനായിട്ട് താപ്പോട്ട് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റർ ചാർജർ കണക്ട് ചെയ്യുന്നു. ഞാൻ പോളോ ഓടിക്കാം. ഫോൺ നമ്മളെ നല്ലില്ല. പോട്ടെ. ചാനലിന്റെ പേര് ഇല്ലില്ല, അത് ഞാൻ പറഞ്ഞെടുത്തില്ല.